ദിലീപേട്ട കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. ദിലീപേട്ടൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയുള്ള ആ ഒരു കോമഡി ആക്ടിംഗ് ഒക്കെ എവിടെയോ മിസ്സായി, ഒരു ഏച്ചുകെട്ടലാണ് ഇപ്പോൾ അഭിനയത്തിൽ എന്നുള്ള ഒരാളുടെ ഒരു പോസ്റ്റാണ്. അതിന് കാരണം താങ്കളുടെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻ്റ് ആണോ, അതിൽ നിന്ന് താങ്കൾ റിലീഫ് ചെയ്ത് വന്നിട്ടില്ലേ, സിനിമ അഭിനയത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് പേര് പറയാൻ പറ്റില്ല, അപ്പോൾ അത് പറയാൻ പറ്റില്ല. ആ തോന്നൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ്. അവരുടെ പ്രധാന അഭിപ്രായം കോമഡി നല്ല രീതിയിൽ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ആളിൽ നിന്നും ആ ഒരു കോമഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല എന്നതാണ് അയാളുടെ പോയിന്റ്. അതാ ചോദിച്ചാൽ അയാൾ ആരാണ്? അത് പറയാൻ പറ്റില്ലല്ലോ, അത് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്, അയാളുടെ പേര് അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോൾ, കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അത് ഉത്തരം താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് ആ പോസ്റ്റിന് അടിസ്ഥാനപ്പെടുത്തി ആ തോന്നലിൽ സത്യം ഉണ്ടോ? ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങള് ഈ പവി കെയർടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞ ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാഥൻ അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളുള്ള ഒരാളാണ്. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥനില് അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചെലിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യണതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണൂ, എന്നിട്ട് അയാളോട് ചോദിക്കും ഇപ്പൊ ഇയാള് ശരിയായോ എന്ന് ചോദിക്കൂ. മാറിയത് വേറെ ആളുടെ പോസ്റ്റാ, എന്നെ പോസ്റ്റ് ആക്കരുത്. ഇത്രയും നാളെ ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത്, അതോ ഇത്രയും നാളെ ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ? ഇത് പുതിയൊരാളല്ലേ പവിത്രൻ, പുതിയൊരാളാണ്. പഴയത് രീതികളൊന്നുമല്ല. പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോൾ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് ഒരേപോലെ തന്നെ അല്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും, പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ. നിങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയല്ലേ? അങ്ങനെ എന്തായാലും അപ്പൊ പിന്നെ എളുപ്പമല്ലേ? ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എല്ലാവരും അഭിനയത്തിലേക്ക് ഇറങ്ങിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്തിയാണെന്ന് ഫീൽ. അല്ല, അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു, തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. ഇല്ല
ഇല്ല, ഇപ്പൊ കൂടുതൽ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല കഥ പറയുന്നത്. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത്, ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുകയാണ്. ഇന്ന് അങ്ങനെ എടുത്തു വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളുള്ളൂ അങ്ങനെ പറയുന്നത്. ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയും.